flashback. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഹനയോടാണ്. അപ്പോഴും ഹന മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഹന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടിയത്? End of flashback. സൈബർ ബുള്ളിങ്ങിന്റെ ഇതാണല്ലോ. അപ്പൊ താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നു. സൈബർ ബുള്ളിങ് ഫേസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് എങ്ങനെയാണത് ഇപ്പോഴും ഫേസ് ചെയ്യുന്നത് ഉറപ്പ്? അതിനെതിരെ എന്തെങ്കിലും ആക്ഷൻസ് അങ്ങനെ ലീഗലി മൂവ് ചെയ്യാനോ? ഞാനിപ്പോ അത് ബോധമല്ലേ, മൈൻഡ് ആക്കാറില്ല. ഞാനിപ്പോ എന്റെ ലൈഫിൽ വേറെ കാര്യങ്ങളായിട്ട് പോകും. പിന്നെ എന്തൊരു ഔചിത്യത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സ്ത്രീയോട് കിടന്നു കൊടുത്തിട്ടാണോ ഒരു പ്രൊഫഷനിലേക്ക് വന്നു എന്ന് ചോദിക്കട്ടെ സുഹൃത്തെ, ഞാനൊരു സ്ത്രീയാണല്ലോ. ആണോ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സ്ത്രീ ചോദിക്കാൻ പറ്റിയ സ്ത്രീ അവര് സ്ത്രീയാണ്. ഇപ്പം ഇന്ന ആളോട് ഇന്നതേ ചോദിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. എല്ലാത്തിനും നമ്മൾ ഇക്വാളിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാനത് കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയെ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചോളൂ. ബേസിക് ആയിട്ട് കൾച്ചറുള്ള ഒരു മനുഷ്യൻ ആരറിഞ്ഞാലും ആരറിഞ്ഞില്ലെങ്കിലും മര്യാദ വിട്ട് പെരുമാറില്ല. ചോദ്യം ചോദിച്ചാൽ ഒരു തെറ്റായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്? ഒരിക്കലും തോന്നില്ല. തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ കാര്യം? അതിനൊരു ബുദ്ധി വേണം. അതിവനില്ല. ഒരാളോട് നമ്മൾ കിടന്നു കൊടുത്തിട്ടാണ് സിനിമയിൽ വരുന്ന ചോദ്യം വളരെ മോശമായ ചോദ്യം ഇപ്പോഴും തോന്നില്ല. ഈ കിടന്നു കൊടുത്തു എന്നുള്ളത് എന്ത് വൃത്തികെട്ട വാക്കാണുള്ളതെന്ന് പറഞ്ഞുതരാം. ഒരു സ്ത്രീയോട് കിടന്നു കൊടുത്തിട്ടാണോ എന്താ ഒരു പ്രൊഫഷനിൽ വന്നതെന്ന് പറയുമ്പോൾ അതിനൊരു മോശം. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന കാര്യത്തിന് ഒരു ലേശെങ്കിലും ഒരു ഐഡിയ വേണ്ടേ, ഒരു ബോധം വേണ്ടേ? ഇല്ലെന്നാണ് താങ്കൾ പറയുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചു, ഇത് അനാവശ്യ ചോദ്യമല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരിടേണ്ട വന്ന സൈബർ ബുള്ളിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് അവിടെ തീർന്നു. ഓക്കെ, പിന്നെ അതിനെപ്പറ്റി ആരൊന്നും പറയുന്നില്ല. പക്ഷെ അതിനുശേഷം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ് ചോദിച്ചോണ്ടാണല്ലോ നേരിടുന്നത്. ചോദിക്കുന്ന രീതി മോശമായി പോയി എന്നാണ് പലരും പറഞ്ഞത്. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലക്കേത്ത ആൾതാമസം വേണം. പറഞ്ഞത് ഞാൻ അതിൽ റിഗ്രറ്റ് ചെയ്തില്ല. 100% ഞാൻ റിഗ്രറ്റ് ചെയ്തില്ല. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ സൈസില്ല.